അനാഥ ശിശുക്കളുടെയും അഗതികളുടെയും ആലംബഹീനരുടെയും അത്താണിയായിരുന്ന സർവോദയം കുര്യന്റെ 26ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം നവംബർ 14 വൈകിട്ട് 3 ഞാറക്കൽ മാഞ്ഞൂരാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. കുര്യൻചേട്ടൻ നമ്മളെ വേർപിരിഞ്ഞിട്ട് നമുക്കറിയാം 26 വർഷമായി. ജൂലൈ 16 തീയതിയാണ് കുര്യൻചേട്ടൻ നമ്മളിൽ നിന്നും വിട പറഞ്ഞത്. ഈ 2 വർഷമായിട്ട് ഞങ്ങൾ ജൂലൈ 16 തീയതി സർവോദയം കുര്യന്റെ ഏറ്റവും പ്രവർത്തന മേഖലയായ ഞാറയ്ക്കൽ സർക്കാർ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ജന്മദിനം ആചരിക്കുകയും പഞ്ചായത്തിന് സമീപമുള്ള അദ്ദേഹത്തിന്റെ അർദ്ധകായ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുകയൊക്കെ ചെയ്തു വരികയാണ്. അതിനുശേഷം അദ്ദേഹം 600ഓളം അനാഥ ശിശുക്കളെ എടുത്ത് വളർത്തുകയും അവർക്ക് നല്ലൊരു ജീവിതമാർഗം കണ്ടെത്തുവാനായിട്ട് മക്കളില്ലാത്തവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്ത ആ ഒരു സേവനത്തെ മാനിച്ചുകൊണ്ട് ശിശുദിനമായ നവംബർ 14 തീയതി വെള്ളിയാഴ്ചയാണ് അനുസ്മരണ സമ്മേളനം വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഒരു വർഷത്തിൽ കുര്യൻചേട്ടന്റെ ചരമ അനുസ്മരണ ദിനം ജൂലൈ 16 തീയതി മാത്രമായി ഒതുങ്ങുന്നു എന്നുകൂടി കണക്കിലെടുത്തുകൊണ്ട് കുര്യൻചേട്ടന്റെ പേര് വരും തലമുറയ്ക്ക് അറിയുവാൻ വേണ്ടി ഒരു വർഷത്തിൽ 2 പ്രാവശ്യം അത് നടത്തുവാനുള്ള ഒരു സാഹചര്യവും കൂടി അതോടൊപ്പം വരികയാണ്. ശിശുദിനത്തിൽ അനുസ്മരണ സമ്മേളനം, അത് പിന്നെ മഴക്കാലമൊക്കെ മാറിക്കിട്ടുന്നത് അവസരം. ജൂലൈ 16 തീയതി നടക്കുമ്പോൾ എല്ലാം കൂടി നല്ലൊരു മഴക്കാലമായി ആണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വരുവാനും കുര്യൻചേട്ടന്റെ സ്മരണ ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ശിശുദിനത്തിൽ അനുസ്മരണ സമ്മേളനം വളരെ വിപുലമായിട്ട് നമ്മൾ 25 വർഷവും നടത്തി 26ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഞാറയ്ക്കൽ മാഞ്ഞൂരാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നവംബർ 14 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് ട്രസ്റ്റ് പ്രസിഡന്റ് അധ്യക്ഷനാകുന്ന ആ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ വനിതാ കമ്മീഷൻ അംഗം മോനമ്മ കോക്കാട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാ വർഷവും കേരളത്തിലെ മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള അവാർഡ് ഞങ്ങൾ കൊടുത്തു വരികയാണ്. ഇപ്രാവശ്യം അവാർഡിന് അർഹനായിട്ടുള്ളത് നമ്മുടെ നാട്ടുകാരനായ, നമ്മൾ കൊല്ലത്ത്, പെരുമ്പാവൂര്, മേരി എസ്തപ്പാൻ അടക്കം നമുക്ക് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള അവാർഡ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒട്ടുക്ക് എൻട്രി ക്ഷണിച്ചുകൊണ്ടാണ് നമ്മൾ കൊടുത്തു വരുന്നത്. ഇപ്രാവശ്യം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ജോണി വൈപ്പിനെ നമുക്കറിയാം. അദ്ദേഹം ചെയ്യുന്ന സേവന പ്രവൃത്തികൾ വളരെയധികം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. കോവിഡ് കാലത്തും 2018 വെള്ളപ്പൊക്ക സമയത്ത് ധാരാളം പേരെ പുനരധിവസിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ 2019 കോവിഡ് കാലഘട്ടത്തിൽ അദ്ദേഹം ഭക്ഷണം ഒക്കെ വിതരണം ചെയ്യുകയും കോവിഡ് രോഗികളെ ശുശ്രൂഷിക്കുകയും കോവിഡ് വന്ന് മരിക്കുന്നവരെ സംസ്കരിക്കുവാനായിട്ട് മുൻപന്തിയിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു നല്ല സേവനത്തെ മാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ട്രസ്റ്റിന്റെ ഭാരവാഹിയാണ് അദ്ദേഹം. പക്ഷെ അതൊരു ഡിസ്ക്വാളിഫൈഡ് മാനദണ്ഡമായി ഞങ്ങൾ കാണുന്നില്ല. കാരണം ഇത്രയും നല്ല ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തി സർവോദയം ട്രസ്റ്റിൽ ചേർന്ന് ഭാരവാഹിയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു അംഗീകാരം ഞങ്ങൾ കൊടുക്കുവാനായിട്ട് ഞങ്ങൾ തയ്യാറായി. ഇത്രയും നാളൊക്കെ കൊടുക്കാതിരുന്നത് അതുകൊണ്ടായിരുന്നെങ്കിലും പലരും പറഞ്ഞു അത് ശരിയല്ല, സർവോദയം ട്രസ്റ്റിന്റെ കൺവീനർ എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തിന് അർഹതപ്പെട്ട ആ ഒരു അവാർഡ് കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് കമ്മിറ്റി വിലയിരുത്തിയതിന്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിനെ ഞങ്ങൾ തെരഞ്ഞെടുത്തു. അങ്ങനെ നമ്മുടെ നാട്ടുകാരനായ ജോണി വൈപ്പിന് 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. സർവോദയം കുര്യൻ സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് പോൾ ജെ മാമ്പിള്ളി അധ്യക്ഷത വഹിക്കും. മുൻ വനിതാ കമ്മീഷൻ അംഗം പ്രൊഫസർ മോനമ്മ കോക്കാട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള 2025 സർവോദയം കുര്യൻ അവാർഡ് ജീവകാരുണ്യ പ്രവർത്തകനായ വൈപ്പിൻ സ്വദേശി ജോണി വൈപ്പിന് KPCC എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് KP ഹരിദാസ് സമ്മാനിക്കും. 1 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ അവാർഡ്. കൂടാതെ വിവിധ മേഖലകളിൽ പ്രഗത്ഭരായിട്ടുള്ള കൊച്ചിൻ മൻസൂർ, VS രവീന്ദ്രനാഥ്,
വിശ്വനാഥ്, സിബി തോമസ്, മുഹമ്മദ് ഫലക്, രാജൻ പി തോമസ്, പി കെ ബാഹുലേയൻ എന്നിവർക്ക് സർവോദയം കുര്യന്റെ പേരിലുള്ള പ്രോത്സാഹന അവാർഡ് ഫേസ് ചാരിറ്റി ഫൗണ്ടേഷൻ പ്രസിഡന്റ് ടി ആർ ദേവൻ സമ്മാനിക്കും. വിദ്യാഭ്യാസ അവാർഡ് ഡോക്ടർ എൽ സി ബിസ്മയ്ക്കും സെലിൻ ലിയ കെറ്റിക്കും മുൻ ഗോവ പോർട്ട് ചെയർമാൻ ഡോക്ടർ ജോസ് പോൾ ശങ്കുരിക്കൽ സമ്മാനിക്കും. കൊച്ചിൻ മൻസൂറിന്റെയും മറ്റു പ്രശസ്ത ഗായകരുടെയും ഗാനാലാപനവും നടക്കും എന്ന് പത്രസമ്മേളനത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് പോൾ ജെ മാമ്പിള്ളി അറിയിച്ചു. ജനറൽ സെക്രട്ടറി ആന്റണി പുന്നത്ര, ട്രഷറർ ഫ്രാൻസിസ് അറക്കൽ, അവാർഡ് ജേതാവ് ജോണി വൈപ്പിൻ, ട്രസ്റ്റ് വൈസ് പ്രസിഡന്റുമാരായ ജോസഫ് നെരികുളം, ജോസി ചക്കാലക്കൽ, സെക്രട്ടറി സെബി ഞാറക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.